രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പീഡന കേസുകളിലൊന്ന് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. കേസിന്റെ സങ്കീർണതകളും രാഷ്ട്രീയ പ്രാധാന്യവും പരിഗണിക്കുമ്പോൾ ജസ്റ്റിസ് കൗൺസർ എടപ്പകത്തിന്റെ ബെഞ്ച് പുറപ്പെടുവിച്ച ഈ ഉത്തരവ് നിയമവൃത്തങ്ങളിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും ഒരുപോലെ ശ്രദ്ധിക്കപ്പെടുന്നു. തനിക്കെതിരെയുള്ള പരാതികൾ പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണെന്ന രാഹുലിന്റെ വാദങ്ങൾ ഭാഗികമായി ശരിവെക്കുന്ന നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിജീവിതയുടെയും പ്രോസിക്യൂഷന്റെയും ശക്തമായ എതിർപ്പുകളെ മറികടന്നാണ് കോടതി തീരുമാനമെടുത്തത് എന്നത് ഈ വിധിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. കേസിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ യുവതി ഉന്നയിച്ച ലൈംഗിക പീഡന പരാതിയിൽ വലിയ രീതിയിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തി വന്നത്. എന്നാൽ കേസിലെ വസ്തുതകൾ വിശകലനം ചെയ്ത കോടതിക്ക് പ്രഥമ ദൃഷ്ട്യാ ബലാത്സംഗം നടന്നതായി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു ജാമ്യം അനുവദിക്കാനുണ്ടായ പ്രധാന കാരണം. വിവാഹിതയായ ഒരു യുവതി മറ്റൊരാളുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായോ ധാർമ്മികമായോ തെറ്റായി കാണാൻ കഴിയില്ലെന്ന സുപ്രധാനമായ ഒരു നിരീക്ഷണം കോടതി ഈ സന്ദർഭത്തിൽ കണ്ടെത്തി. ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതിയുടെ ജാമ്യാവകാശം തടയാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. വ്യക്തിപരമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ബന്ധങ്ങളെ ബലാത്സംഗമായി വ്യാഖ്യാനിക്കാൻ കഴിയില്ലെന്ന നിയമപരമായ വ്യക്തത കൂടിയാണ് ഈ വിധിയിലൂടെ പ്രതിഫലിക്കുന്നത്. ജാമ്യം അനുവദിച്ചെങ്കിലും വളരെ കർശനമായ ഉപാധികളാണ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഈ മാസം 16-ാം തീയതി അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം. തുടർച്ചയായ 3 ദിവസങ്ങൾ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ നീളുന്ന വിപുലമായ ചോദ്യം ചെയ്യലിന് അദ്ദേഹം വിധേയനാകേണ്ടതുണ്ട്. ഈ സമയം അത്രയും അദ്ദേഹം അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലാണെന്ന് കണക്കാക്കപ്പെടും. കൂടാതെ അന്വേഷണത്തിൽ നിർണായകമെന്ന് കരുതുന്ന തന്റെ മൊബൈൽ ഫോൺ പോലീസിന് കൈമാറാനും കോടതി നിർദ്ദേശിച്ചു. ശാരീരികമായ പരിശോധനകൾക്കും അദ്ദേഹം വിധേയനാകേണ്ടതുണ്ട്. രാജ്യം വിട്ടുപോകാൻ പാടില്ലെന്ന വ്യവസ്ഥയോടെ തന്റെ പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും വേണം. അന്വേഷണത്തെ സ്വാധീനിക്കാൻ പ്രതി ശ്രമിക്കരുതെന്ന കാര്യത്തിൽ കോടതിക്ക് കണിശമായ നിലപാടുണ്ട്. സാക്ഷികളെ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടാനോ അവരെ ഭീഷണിപ്പെടുത്താനോ പാടില്ല. ഓരോ 2ാമത്തെ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി ഒപ്പിടണമെന്ന വ്യവസ്ഥയും ജാമ്യത്തിലുണ്ട്. ജാമ്യ കാലയളവിൽ മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ പാടില്ലെന്നും കോടതി ഓർമ്മിപ്പിച്ചു. ഒരു വേള അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് അനിവാര്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടണമെന്നും കോടതി ഉത്തരവിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അവകാശങ്ങളെ മാനിക്കുന്നതിനോടൊപ്പം തന്നെ പ്രതിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു. പ്രോസിക്യൂഷനും അതിജീവിതയും കോടതിയിൽ ജാമ്യത്തെ ശക്തമായി എതിർത്തിരുന്നു. പ്രതി സ്വാധീന ശക്തിയുള്ള വ്യക്തിയായതിനാൽ അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് അവരുടെ പ്രധാന വാദം. നേരത്തെ സമാനമായ 2 കേസുകളിൽ കൂടി രാഹുലിന് ജാമ്യം ലഭിച്ചിരുന്നു എന്ന കാര്യം പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ യുവതിയുടെ മൊഴികൾ വിശദമായി പരിശോധിച്ച കോടതി ബലാത്സംഗം എന്ന കുറ്റം നിലനിൽക്കില്ലെന്ന പ്രാഥമിക നിഗമനത്തിൽ എത്തുകയായിരുന്നു. പരാതിക്കാരിയുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങളും ബന്ധത്തിന്റെ സ്വഭാവവും കോടതി സസൂക്ഷ്മം വിശകലനം ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികൾ തന്നെ കുടുക്കാൻ വേണ്ടി മെനഞ്ഞെടുത്ത തിരക്കഥയാണ് ഈ കേസെന്നായിരുന്നു രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. തന്റെ രാഷ്ട്രീയ ജീവിതം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു പരാതി ഉന്നയിക്കപ്പെട്ടതെന്നും അവർ ആരോപിച്ചു. കോടതിയുടെ ഉത്തരവോടെ രാഷ്ട്രീയമായ പ്രതിസന്ധിയിൽ നിന്നും താൽക്കാലികമായി കരകയറാൻ രാഹുലിന് സാധിച്ചിരിക്കുകയാണ്. എങ്കിലും വരും ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലും ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധനയും കേസിലെ തുടർഗതികൾ നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. നിയമ പോരാട്ടത്തിന്റെ അടുത്ത ഘട്ടം 16-ാം തീയതി ആരംഭിക്കുന്ന ചോദ്യം ചെയ്യലിലൂടെ വ്യക്തമാകും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലെ അന്വേഷണം തുടരുന്നതിനോടൊപ്പം തന്നെ ഈ കോടതി വിധി വ്യക്തി സ്വാതന്ത്ര്യത്തെയും സമ്മതത്തോടെയുള്ള ബന്ധങ്ങളെയും കുറിച്ചുള്ള പുതിയ നിയമ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. തെളിവുകളുടെ അഭാവത്തിൽ ഒരാളുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടരുതെന്ന നീതിപീഠത്തിന്റെ നിലപാട് ജനാധിപത്യപരമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതാണ്. വരും ദിവസങ്ങളിൽ അന്വേഷണ സംഘം ശേഖരിക്കുന്ന വിവരങ്ങൾ ഈ കേസിനെ ഏത് ദിശയിലേക്ക് നയിക്കുമെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്.